നമ്മളിപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ എല്ലാ സെലിബ്രിറ്റീസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറച്ച് ചേട്ടന്മാരുടെ കൂടെയാണ് നമ്മളുള്ളത്. ഇപ്പോൾ ട്രിവാൻഡ്രത്തായാലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അവർ തിളങ്ങി നിൽക്കുവാണ്. ബ്ലാക്ക് സ്ക്വാഡാണ്. നമുക്ക് അവരുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലാം. നമുക്ക് ഈ വർഷത്തെ IFFK എങ്ങനെയുണ്ടെന്ന് അവരുടെ അടുത്തൊന്ന് ചോദിക്കാം. ഹലോ 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 ഹലോ. ഇപ്പം നമുക്കറിയാം മലയാളം ഇൻഡസ്ട്രിയിലെ നമ്മുടെ മലയാളം മാത്രമല്ല എന്ന് തോന്നുന്നു അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറച്ച് ചേട്ടന്മാരാണ്. നമ്മുടെ ബ്ലാക്ക് സ്ക്വാഡാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് ചോദിക്കാം, ഈ ഒരു മേഖലയിലോട്ട് എങ്ങനെയാണ് നിങ്ങളെല്ലാവരും വന്നത്? നമുക്ക് ഇതിനോടുള്ളൊരു ഇഷ്ടം, അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഇവിടെ ഒരുപാട് ക്രൗഡുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരാൻ പാടില്ല, കാരണം പറ്റാത്തതെന്ന് വെച്ചാൽ ഒരുപാട് വർക്കും കാര്യമുണ്ട്, നമുക്ക് വരാൻ പറ്റില്ല. ഇന്ന് അത്യാവശ്യം ഏറ്റെടുത്താണ് ഇങ്ങോട്ട് വന്നത്. ഈ ക്രൗഡ് കണ്ടതുകൊണ്ട് ഈ ക്രൗഡിനെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്വയമേ ഇവിടെ വന്ന് ചേർന്നത്. ആരും പറഞ്ഞു ചെയ്യിച്ചതല്ല. അല്ല കാര്യം വെച്ചാൽ എല്ലാവരും പ്രതിഫലം ആഗ്രഹിച്ചാണ് മുന്നോട്ട് വന്നത്. പക്ഷെ നമ്മളെ ടീം അങ്ങനെയല്ല, ഈ ഒരു സഹായമായിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത്. ഇപ്പോൾ വന്നപ്പോൾ കൂടെ ഒരു വികലാംഗനായ ഒരു ചേട്ടന്, അപ്പോൾ അദ്ദേഹം സെലിബ്രിറ്റീസിലെ കൂടെ ഞങ്ങളിങ്ങനെ ഗ്യാങ്ങിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം, ഒരു റീൽസ് എടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ 5 മിനിറ്റത്തെ കാര്യമാണ് ഒരു വികലാംഗനായ ഒരു ചേട്ടൻ്റെ ആഗ്രഹം പങ്കുവെച്ച്. അപ്പം ഇവരെ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ചേട്ടൻ ഒരു ഫോട്ടോ എടുക്കണം, ഒരു റീൽസ് എടുക്കണം. ആ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് തന്നെ ഒരു വളരെ സന്തോഷമുണ്ട്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഓരോ ആൾക്കാർ വന്ന് നമ്മുടെ അടുത്തൊക്കെ പറയുമ്പോൾ നമ്മളാ കഴിയുന്ന രീതിയിൽ അവർക്ക് സന്തോഷം പങ്കുവയ്ക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് നമ്മൾ കരുതുന്നു. ഇപ്പോൾ നമ്മളൊക്കെ അറിയാം, ഒരു സെലിബ്രിറ്റീനെ കാണുമ്പോൾ അവരുടെ ആരാധകർ അവരുടെ അടുത്തേക്ക് ഓടി വരും. അപ്പം നമ്മൾ അവരുടെ പ്രൊട്ടക്ഷനെ കരുതിയായിരിക്കും നമ്മൾ അവരെ തള്ളി മാറ്റുന്നത്. പക്ഷെ അത് അവർക്കൊരു ഇൻസൾട്ടിങ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യത്തില്ലയോ? ഇന്നേ വരെ ഞങ്ങൾ ആരുടെ അങ്ങനെ തള്ളിയിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ ആരും ഇതുവരെ അങ്ങനെ കുറ്റവും പറഞ്ഞിട്ടില്ല ഞങ്ങളെ തള്ളി എന്നുള്ളത്. നമ്മൾ അഥവാ നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്താലും ഞങ്ങളടുത്ത് പറയാം, ബ്രോ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്, അല്ലാതെ ഞങ്ങൾ അവിടുന്ന് വ്യക്തിപരമായിട്ടുള്ളൊരു വൈരാഗ്യമോ അങ്ങനെ ഒന്നുമില്ല. ഇത് അവർക്ക് നമ്മളൊരു പ്രൊട്ടക്ഷൻ നൽകണം, അതിന് വേണ്ടിയാണ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ നമ്മളത് കുറച്ചൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം അവർക്ക് ദേഹത്തൊക്കെ തൊടും. പിന്നെ അത് നമുക്കൊരു പ്രശ്നമാകും. പിന്നെ നിങ്ങൾ എന്താണ് ബൗൺസ് ചെയ്തെന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരെയും ബ്രൂട്ടലായിട്ട് തള്ളുകയോ ഉപദ്രവിക്കുകയോ അങ്ങനെ ചെയ്യാറില്ല. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു ജോലിക്ക് ചെയ്യണമെങ്കിലും ഏതൊരു ജോലി ചെയ്യണമെങ്കിലും അതിൻ്റേതായ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു പ്രചോദനം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മേഖലയിലോട്ട് ഒരാളൊരു പ്രചോദനം എന്തായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർമിക്കാരാവണം എന്നൊക്കെ ഒരു ഭയങ്കര ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാർ നമ്മളെ കൂട്ടത്തുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം. പക്ഷെ അത് സാധിക്കാതെ വന്നപ്പോഴത്തേക്ക് ഈ മേഖല തിരഞ്ഞെടുത്ത് സുരക്ഷിതമായി ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് സുരക്ഷ നൽകാൻ വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ആർമിയിൽ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മലയാളം ഇൻഡസ്ട്രിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റിയല്ലേ? അതിൽ സന്തോഷമുണ്ടല്ലോ. ഉറപ്പായിട്ട് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ, ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ എൻജോയ് ചെയ്തിട്ട് തന്നെയല്ലേ ഈ ഒരു ഫീൽഡ്? നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സെലിബ്രിറ്റീസിനൊക്കെ കാണാൻ പറ്റാറുണ്ട്, ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഈ ഡിസ്റ്റൻസിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 വർഷം ആയതുള്ളൂ. പക്ഷേ വർക്ക് ഞങ്ങൾ കൂടുതൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4-5 മാസം മാത്രമേ ഞങ്ങൾ വർക്ക് എടുത്തുള്ളൂ. ഇപ്പോൾ തന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ചോദിച്ചാൽ ചേട്ടാ നിങ്ങൾ ഇന്ന ടീമല്ലേ, അറിയാം ബ്ലാക്ക് സ്ക്വാഡ് ടീമല്ലേ, കണ്ടിട്ടുണ്ട് ഒരുപാട് കണ്ടു. നിങ്ങളും ഒരു സെലിബ്രിറ്റികളാണ് അല്ലേ? അങ്ങനെ പറയാൻ പറ്റും. തുടക്കം.